അല്ലാഹുവേ, പാരത്രിക ലോകത്ത് ഞങ്ങളെ നീ വിളിച്ചു കൊണ്ടുവരുമ്പോൾ റയ്യാൻ എന്ന കവാടത്തിലൂടെ നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് നിന്റെ ഹബീബായ മുത്ത് നബിയോടൊപ്പം നിന്ദൂഷിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നിന്റെ ഇഷ്ടത്തിലും നിന്റെ പൊരുത്തത്തിലും ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ജീവിതത്തിന്റെ ഒരു വേളയിലും ഒരാൾക്കും ഭാരമായി തീരുന്ന അവസ്ഥ ഇല്ലാതെ നീ കാക്കണേ അല്ലാഹുവേ. ഉപയോഗിച്ചതിൽ മാത്രമേ ഈ റമദാനിലാണ് 28 വയസ്സുകാരനായ പശുക്കളെ ആരോപിച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നതും അറബിയിൽ മുസ്ലിമുകൾ വളരെ ശ്രദ്ധയിലാണ്. ഉമ്മത്ത് അനുഭവിക്കുന്ന വേദനകളിൽ, അവരുടെ വിഷമങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ നൊമ്പരങ്ങളിൽ, അവരുടെ വിധകളിൽ പങ്കുചേർന്നില്ല എങ്കിൽ അതെ, നിങ്ങൾ വസ്ത്രം ധരിച്ച നഗ്നനായിട്ട് മാറരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശിയായിട്ട് മാറുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് കുടിക്കേണ്ടത്, ഈ പരിശുദ്ധമായ റമദാനും എതിരായിട്ടാണ് വരിക. അതുകൊണ്ട് ജീവിതം ഒന്നാം നിർമ്മാതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചു ജീവിതത്തിന് ശേഷം കാലാകാലമുള്ള പെണ്ണിന്റെ മനോമുഖരത്തിൽ എപ്പോഴും ഓർമ്മ വരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. فقد فاز فوزا عظيما. أشهد أن محمدا عبده ورسوله أرسله إلى كافة المسلمون. الله أكبر الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا